നമ്മുടെ വാഗമൺ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ വാഗമണിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇപ്പൊ പരുന്തുംപാറയ്ക്ക് പോകണം കേട്ടോ. നമ്മളിപ്പോ പോകുന്നത് ഏലപ്പാറ, കുട്ടിക്കാനം, പീരുമേട് വഴിയാണ്. വാഗമണിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററോളം നമുക്ക് പോയാൽ നമുക്ക് ഏലപ്പാറ സിറ്റിയിൽ എത്തിച്ചേരാൻ പറ്റും. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പ്രദേശമാണ് നമ്മൾ ഈ കാണുന്ന ഏലപ്പാറ. പശ്ചിമഘട്ടത്തിന്റെ ഹരിതാപമായ താഴ്വരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം തണുത്ത കാലാവസ്ഥയ്ക്കും വിശാലമായ തേയിലത്തോട്ടങ്ങൾക്കും പേരുകേട്ടതാണ്. പ്രധാനമായും കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമാണ് ഇവിടുത്തുകാരുടെ ജീവിതം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3300 അടി ഉയരത്തിലാണ് ഏലപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇത് വർഷം മുഴുവൻ സുഖകരമായ ഒരു കാലാവസ്ഥയാണ് നമുക്ക് നൽകുന്നത്. മലകളും പച്ചപ്പും നിറഞ്ഞ ഭൂപ്രകൃതിയും ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ വാഗമണിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മേലെയായി. അപ്പൊ നമുക്ക് ഏലപ്പാറ സിറ്റി എത്താറായിട്ടുണ്ടെന്ന് തോന്നണേ. വാഗമണിന്റെ അടുത്ത് ഉള്ള ഏറ്റവും വലിയ സിറ്റിയായ ഈ ഏലപ്പാറയിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് അവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് ഏലപ്പാറ സിറ്റി. ഏലപ്പാറ സിറ്റിയിലെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഇതാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടുന്ന് 2 വണ്ടിയിലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതിന് ശേഷമാണ് നമ്മുടെ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഏലപ്പാറ സിറ്റിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം പോയാൽ മാത്രമാണ് നമുക്ക് പരുന്തുംപാറ ആ വ്യൂ പോയിന്റിന്റെ അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ കേട്ടോ. കുട്ടിക്കാനം പീരുമേട് വഴിയാണ് നമ്മൾ പരുന്തുംപാറയ്ക്ക് പോകുന്നത് കേട്ടോ. ആ പോകുന്ന വഴി തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ചെറിയ ഒരു ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചുറ്റിലുള്ള കാഴ്ചകൾ ഭയങ്കര രസമാണ്. തേയിലത്തോട്ടങ്ങളും അതുപോലെ അവിടെയുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ആ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ്. അതിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തതിന് നമുക്ക് ഈ ഒരു വഴി കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴയുള്ള കാലാവസ്ഥയിൽ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് ഇങ്ങനെയുള്ള റോട്ടിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. കനത്ത മഴ ആയതുകൊണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു ട്രാവലിങ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പരുന്തുംപാറ എത്തിയപ്പോൾ തന്നെ അവിടെ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുവിധം കടകളൊക്കെ അടഞ്ഞു കിടക്കായിരുന്നു. അവിടെ കാണുന്ന ആ ഒരു പച്ചപ്പ് നിറഞ്ഞേക്കുന്ന ആ ഒരു പ്രദേശത്തേക്കാണ് പോയത്. താഴത്തുനിന്ന് ഇതേപോലെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നതും അതേപോലെ ആ മഞ്ഞ് വന്ന് നമ്മളെ മൂടുന്ന ഒരു പ്രത്യേക ഒരു ഫീലുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോയത് കേട്ടോ. നമ്മളുള്ളത് പരുന്തുംപാറയാണ്. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഭയങ്കര കോടാന്ന് പറഞ്ഞാൽ ഭയങ്കര കോടയാണ്. നമുക്ക് മഴയുണ്ട്, അതുപോലെ ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കോടാണ്. അതൊന്നും കാണാൻ പറ്റില്ല. മൺസൂൺ സമയത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ പരുന്തുംപാറ. ഈ മഞ്ഞ് മൂടി നിൽക്കുന്ന ഈ മലനിരകളും മഞ്ഞ് വന്ന് മൂടുന്നതും അതേപോലെ ആ മഞ്ഞെല്ലാം മാറി തെളിഞ്ഞ് നമുക്ക് ആ താഴ്വരകളുടെ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ ഒരു ഫീലാണ് നമുക്ക് നൽകുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ പീരുമേടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തുംപാറ. പരുന്തിന്റെ തലയോട് സാമ്യമുള്ള ഒരു പാറ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പേര് ഈ സ്ഥലത്തിന് വന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 മീറ്റർ ഉയരത്തിലാണ് ഈ പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന പരുന്തുംപാറയുടെ മുകളിൽ വന്ന് നിന്നാൽ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ഈ മലനിരകളുടെയും അതേപോലെ ഈ കാണുന്ന താഴ്വരകളുടെയും അങ്ങ് ദൂരെ കാണുന്ന വനമേഖലകളിലേക്ക് ഒരു മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടുന്ന് വരുന്ന ആ കാറ്റും മഞ്ഞും എല്ലാം ഭയങ്കര അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഞ്ഞും മേഘങ്ങളും മഴയും എല്ലാം പരുന്തുംപാറയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് നൽകുന്നത്.
പരുന്തുംപാറ വ്യൂ പോയിന്റിന്റെ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആ പരുന്തിന്റെ തലയുടെ ഷേപ്പുള്ള ആ പാറയുടെ മേലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പരുന്തുംപാറ. അതിന് പറ്റിയ ഒരുപാട് ട്രെയിലുകൾ ഇവിടെ ഉണ്ട്. വിശാലമായ പുൽമേടുകൾക്കും മലകൾക്കും ഇടയിലൂടെയാണ് ഇവിടുത്തെ ഒരു ട്രക്കിങ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ നമുക്ക് ഇവിടുത്തെ ട്രക്കിങ് ചെയ്യാൻ പറ്റും. മേലെ എന്നാണ് ടോപ്പിൽ നിന്ന് നമ്മളിപ്പോൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നത്. നേരത്തെ കണ്ട വ്യൂ പോയിന്റ് ഒക്കെ ആ മേലെയാണ് കേട്ടോ, മേലെ കാണുന്ന ഏരിയയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ഒരിക്കലും മിസ്സാക്കരുത്. മാക്സിമം ആൾക്കാർ വന്ന് കാണാം. ഭയങ്കര രസം വെച്ചാൽ ഭയങ്കര രസമാണ്. നമ്മൾ പരുന്തുംപാറ വ്യൂ പോയിന്റിന്റെ അവിടെ നിന്ന് നേരെ കുറച്ച് താഴത്തേക്ക് ട്രക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ പരുന്തിന്റെ തലയുടെ ഷേപ്പിലുള്ള പാറയുടെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു കേട്ടോ. ഞാൻ എന്തായാലും താഴത്തേക്ക് ഇറങ്ങി ആ പാറയുടെ മേലേക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ട്രക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഭയങ്കര റിസ്ക് പിടിച്ചൊരു പണിയാണ്. എന്തായാലും ഭയങ്കര സ്പീഡിലാണ് ഇവിടെ കാറ്റ് പോകുന്നത്. പക്ഷെ ആ പാറയുടെ മേലെ വന്ന് കാണാൻ പറ്റുന്ന ആ കാഴ്ചകൾ ഭയങ്കര രസമാണ് കേട്ടോ. താഴ്വരകളുടെയും മലനിരകളുടെയും അങ്ങ് ദൂരെ കാണുന്ന വെള്ളച്ചാട്ടങ്ങളുടെയും അതുപോലെ ഈ മഞ്ഞും തണുപ്പും കാറ്റും എല്ലാം ഒരു പ്രത്യേക ഒരു ഫീലാണ്. നസ്രാണി, ഭ്രമരം തുടങ്ങിയ മലയാള സിനിമകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ പരുന്തുംപാറയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ആ ഒരു വെതറൊക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ മനസ്സൊക്കെ നല്ല രീതിയിൽ നമുക്ക് റീഫ്രഷ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പരുന്തുംപാറ. അടിപൊളി പരിപാടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു. ഇപ്പൊ മഞ്ഞൊക്കെ പോയി ആകെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് മിസ്റ്റുള്ള വ്യൂ കിട്ടിയിട്ടുണ്ട്, അല്ലാത്ത വ്യൂ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പോകാം. നമ്മള് പരുന്തുംപാറയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു വ്യൂ പോയിന്റിന്റെ കാഴ്ചകൾ മാത്രമല്ല, ഇവിടെ നമുക്ക് ജീപ്പ് സഫാരിയും കൂടി അവൈലബിൾ ആണ് കേട്ടോ. നമ്മളൊരു 800 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പരുന്തുംപാറയുടെ മറ്റു ചില വ്യൂ പോയിന്റുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മള് അങ്ങനെ പരുന്തുംപാറയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നു കേട്ടോ. അവിടെ ഈ രാഹുൽ ചേട്ടന്റെ ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. അറ്റത്ത് കാണുന്ന ഒരു മൊട്ടക്കുന്നിന്റെ ടോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ നമുക്ക് ശബരിമലയുടെ പുറകു വശം കാണാം. പിന്നെ തേക്കടിയൊക്കെ കാണാം. അതിലാണ് പോകാൻ പാർക്കിന്റെ. പരുന്തുംപാറയിലെ ജീപ്പ് സഫാരി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു സഫാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ഞ് പൊതിച്ചു വെക്കുന്ന ഈ ഒരു മലനിരകളും അതിന്റെ ഇടയ്ക്ക് വരുന്ന ഈ കാറ്റും പച്ചപ്പും എല്ലാം കൊണ്ട് നമുക്ക് അടിപൊളി അടിപൊളിയാണ്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു ഭയങ്കര രസമാണ് കേട്ടോ. കാറ്റിൽ ഇങ്ങനെ മഞ്ഞ് വന്ന് മൂടുന്നതും ആ മഞ്ഞ് മാറി ആ ഒരു പ്രദേശത്തിന്റെ ആ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ നമുക്കിങ്ങനെ തെളിഞ്ഞു വരുന്ന പ്രത്യേക ഒരു ഫീലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇങ്ങനെയുള്ള ലൊക്കേഷനിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കുട്ടിക്കാനം ടൗണിന്റെയും അതേപോലെ അവിടെയുള്ള മലനിരകളിലേക്ക് ഒരു കാഴ്ചകളാണ് ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ലൊക്കേഷനിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ഇനി അടുത്തൊരു ലൊക്കേഷനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരുടെയും ഒരു സ്വപ്നമാണ് ഇങ്ങനെയുള്ള ഈ ഒരു ആംബിയൻസിൽ ഒരു ജീപ്പ് സഫാരി നടത്തുക എന്നുള്ളത്. നമ്മളിപ്പോ അടുത്തൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ശബരിമല ഏരിയയിലെ മലകളാണ് കേട്ടോ അങ്ങ് ദൂരെ നമ്മൾ കാണുന്നത്.
രാഹുൽ ചേട്ടൻ്റെ ജീപ്പിൽ നമ്മൾ വന്ന് ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകളും ഇവിടെയുള്ള മഞ്ഞും മഴയൊക്കെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പരുന്തുംപാറ വ്യൂ പോയിന്റിൻ്റെ ഏരിയയിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോണ വഴിക്ക് കണ്ട ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പൊ ചേട്ടാ ഓക്കെ, Okay, thank താങ്ക് you, യു വെരി മച്ച്. thank you. അടിപൊളി കേട്ടോ, സൂപ്പർ ട്രിപ്പ് ആയിരുന്നു. നമ്മള് രാഹുൽ അല്ലേ, പരുന്തുംപാറ രാഹുൽ രാഹുൽ പരുന്തുംപാറ. നമ്മുടെ ചേട്ടൻ നമ്പർ തന്നോളൂ. ഓക്കെ ഓക്കെ ഉറപ്പായിട്ടും. ശരി എന്നാ, അടിപൊളിയായിരുന്നു, സൂപ്പർ ട്രിപ്പ് ആയിരുന്നു. ചേട്ടൻ ഒരുപാട് നമ്മൾക്ക് വേണ്ടി സഫർ ചെയ്തു അല്ലെ, മഴയത്തും കാശത്തും. ഓക്കെ ശരി എന്നാ, താങ്ക് യു. ചെറിയ ഷോപ്പിൽ നിന്ന് ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ചാലക്കുടിക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഏത് സമയത്ത് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പരുന്തുംപാറ. അതേപോലെ നമുക്ക് അതിനുവേണ്ടി പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കുകയോ പൈസ കൊടുക്കുകയോ ഒന്നും വേണ്ട, എല്ലാം ഫ്രീ ആണ്. നമ്മുടെയൊക്കെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ആ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ശാന്തമായി വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് മനസ്സൊക്കെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ഒരു പരുന്തുംപാറ. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു നമ്മുടെ ഈ ഒരു വാഗമൺ പരുന്തുംപാറ റോഡ് ട്രിപ്പ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ്.